മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്ന് കായിക വകുപ്പിന്റെ റിപ്പോർട്ട്. മുൻ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പ്രതിക്കൂട്ടിൽ സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട നടപടിക്രമങ്ങൾ മന്ത്രി നടത്തിയെന്നും ഫിഫയുടെ അനുമതി പോലും ഇല്ലാതെ വാഗ്ദാനം നൽകിയെന്നും റിപ്പോർട്ട്. മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വകുപ്പ് തലത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയതായി മന്ത്രി ഒ.ജെ. ജനീഷ് അറിയിച്ചു. സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടാണ് കൈമാറിയത്. നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെയാണോ പ്രവർത്തനങ്ങൾ നടന്നത് എന്നതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ഒ.ജെ. ജനീഷ് ഡൽഹിയിൽ അറിയിച്ചു. മെസ്സിയെ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് അന്ന് മെസ്സി വരാനുണ്ടായിരുന്ന സാഹചര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരുമെന്നുണ്ടായിരുന്ന അന്നത്തെ ഗവൺമെൻറ് പ്രഖ്യാപനത്തിൽ നിന്നുപോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല മലപ്പുറത്തും ഉൾപ്പെടെ വലിയ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ചില പരിശോധനകൾ നടത്തണമെന്നുള്ള, അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളിൽ കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നി. അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്രട്ടറിക്ക് അത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. അപ്പോൾ വകുപ്പിൻ്റെ കൈകളിൽ ലഭ്യമായിട്ടുള്ള ഫയലുകൾ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കൈമാറിയിട്ടുള്ളത്. അത് ഈ ഘട്ടത്തിൽ അത്രയേ അതിനെപ്പറ്റി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി വകുപ്പ് കൈമാറിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. നിലവിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് ഏത് അന്താരാഷ്ട്ര ടീമിനാണെങ്കിലും ഏത് അന്താരാഷ്ട്ര കളിക്കാർക്കാണെങ്കിലും രാജ്യത്തിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തേണ്ടതായ ഇടപെടലുകളിൽ അതിൽ പാലിക്കപ്പെടേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അതിൽ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് കൈമാറിയിട്ടുണ്ട്. നിലവിൽ നമ്മൾ കായിക വകുപ്പ് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഞാൻ ആ റിപ്പോർട്ടിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പരാമർശിക്കുന്നില്ല. അത് ഇപ്പോൾ അത്ര ഒരു പരാമർശം നടത്തേണ്ട ഒരു ഘട്ടം കൂടിയല്ല. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ ചർച്ചകൾ ഗവൺമെൻറ് തലത്തിൽ നടത്തിയതിന് ശേഷം അതൊരു തീരുമാനമെടുക്കും. അതിൽ ഞാൻ നേരത്തെ ഒരു വൺ ലൈനിൽ പറഞ്ഞ് തന്നെ അതിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളുണ്ട്. നാട്ടിൽ നിലനിൽക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും ഒരു ഗവൺമെൻറ് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ക്ലബിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കായിക വകുപ്പിന് മുകളിൽ ഒരു അന്വേഷണം ആവശ്യമായതുകൊണ്ടാണ് അത് ഗവൺമെൻറ്റിലേക്ക് കൈമാറിയിട്ടുള്ളത്. മന്ത്രിക്ക് വന്ന ഒരു മെയിലിൽ നിന്നാണ് ഈ ചർച്ചകൾ ആരംഭിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഫുട്ബോൾ ആരാധകരെയൊക്കെ ആവേശത്തിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ചും മെസ്സി ആരാധകരെ വലിയ തോതിൽ ആവേശത്തിലാക്കിക്കൊണ്ടാണ് മെസ്സി ഇന്ന് വരും നാളെ വരും കേരളത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടന്നത്. അതിനൊരു സ്പോൺസർ ഉണ്ടായിരുന്നു, കായിക മന്ത്രാലയം ഉണ്ടായിരുന്നു. അന്നും പല സംശയങ്ങളും പല കോണിൽ നിന്നും ഉയർന്നു വന്നതാണ് ഇതൊരു വലിയ തട്ടിപ്പാണ് എന്ന്. ഇപ്പോൾ ഏതായാലും ആ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. കായിക വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട്, അതിൽ കോടികളുടെ തട്ടിപ്പാണ് ഈ സ്പോൺസർ നടത്തിയത് എന്ന് വ്യക്തമാവുകയല്ലേ? തീർച്ചയായും. കാരണം മായ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ വലിയ രീതിയിൽ ആവേശവും ഹരവും കൊള്ളിക്കുന്ന ഒരു വാർത്തയായിരുന്നു അന്ന് കായിക മന്ത്രി പുറത്തുവിട്ടിരുന്നത്. അതായത് മെസ്സി കേരളത്തിൽ വരുന്നു, അതൊരു ഒക്ടോബർ മാസമാണ് എന്ന രീതിയിൽ തീയതി വരെ വളരെ കൃത്യമായി തന്നെ എടുക്കുന്ന രീതിയിൽ അത്രയേറെ ആധികാരികതയോടെയാണ് സംസ്ഥാനത്തിൻ്റെ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി തന്നെയാണ് ഇത് പലവട്ടം വാർത്താ സമ്മേളനം നടത്തുകയും പലവട്ടം മാധ്യമങ്ങൾ പ്രതികരിക്കുമ്പോഴും വളരെ വ്യക്തതയോടുകൂടി ആധികാരികമായി അദ്ദേഹം മെസ്സി വരുമെന്ന് പറയുകയും, മെസ്സിയെ ക്ഷണിക്കാനായി അദ്ദേഹം സ്പെയിനിൽ 2024 2 വർഷം മുമ്പ് അദ്ദേഹം സ്പെയിനിലേക്ക് ഒരു യാത്ര പോലും നടത്തി. അന്ന് അദ്ദേഹത്തോടൊപ്പം കായിക വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെടെ IAS ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആധികാരികത അവിടെ വരുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം വരുന്നു. മെസ്സി ഉറപ്പായും അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അനുമതിയൊക്കെ ലഭിച്ചിട്ടുണ്ട്, മെസ്സി വരുമെന്ന് പിന്നെയും ആവർത്തിച്ച് പറയുന്നു. പക്ഷേ അപ്പോഴും ചില സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ അപ്പോഴുമുണ്ട്. കാരണം ഒന്നിനും ഒരു വ്യക്തത അപ്പോഴും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനകത്ത് ആദ്യം ഇങ്ങനെ മെസ്സി വരുമോ എന്ന് പറയുമ്പോൾ ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു. ആ സ്പോൺസറാണ് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പൈസ കൊടുക്കുകയും കൃത്യമായ അവരുടെ സ്പോൺസർഷിപ്പിലൂടെയാണ് വരുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നു. ഇവർക്ക് വേണ്ടി കൊച്ചി കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഒക്കെ കൈമാറുകയൊക്കെ ചെയ്യുന്നു. ആ സ്റ്റേഡിയം കൈമാറിയ സമയത്ത് പോലും ചില അഴിമതികളും ചില ക്രമക്കേടുകളും ഒക്കെ അന്ന് വാർത്താ മാധ്യമങ്ങളൊക്കെ അന്ന് ഉയർത്തിക്കാട്ടുകയും പിന്നീട് അതിനെയൊക്കെ തന്നെ ന്യായീകരിക്കുന്ന രീതിയിൽ മന്ത്രി പ്രതികരണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ആ തീയതിയിൽ 2 തവണ മെസ്സി വരുമെന്ന തീയതി മാറിയപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ
തന്നെ ഈ സ്പോൺസർക്ക് നോട്ടീസ് നൽകുന്ന ഒരു നടപടിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതിനുശേഷം മെസ്സി വരുന്നില്ല എന്ന് പിന്നീട് അത് അറിയിക്കുകയും ആ വരവ് റദ്ദാക്കി, അത് വരാൻ പറ്റിയില്ല, ദൗർഭാഗ്യകരമെന്നൊക്കെ അന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഭട്ട് പറയുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഭരണം മാറിയപ്പോഴാണ് പുതിയ സർക്കാർ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ കായിക വകുപ്പ്. ഈ അന്വേഷണം നടത്തിയപ്പോഴാണ് വളരെ ഗുരുതരമായ വീഴ്ച, ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ കായിക വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കുന്ന എൻ പ്രശാന്ത് IAS ആണ് ഈ റിപ്പോർട്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഏറ്റവും ഗുരുതരമായ ക്രമക്കേട് നടന്നിരിക്കുന്നു. അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്പോൺസർ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ സ്പോൺസർ അങ്ങനെ ഒരു അർജന്റീന ഫെഡറേഷനുമായി ബന്ധപ്പെടുകയും സംസ്ഥാന സർക്കാർ വഴി ഇങ്ങനെ ഒരു ഇടപാട് നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയവിനിമയം നടത്തുകയോ അവിടെ നിന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഒരു സ്ഥിരീകരണം ലഭിക്കുകയോ ചെയ്തിട്ടില്ല. അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഫിഫയുടെ ഒരു ഉറപ്പായും മെസ്സിയെ പോലൊരു താരം, മെസ്സി അല്ലെങ്കിൽ പോലും അർജന്റീന ഫുട്ബോൾ താരങ്ങൾ ഇവിടെ വരണമെങ്കിൽ ഫിഫയുടെ അംഗീകാരം നൽകണം. അപ്പോൾ ഫിഫയുടെ അനുമതി പോലും ഇല്ലാതെയാണ് സംസ്ഥാന സർക്കാർ ആധികാരികമായ തീയതി വരെ പറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ രീതിയിലൊരു തീരുമാനത്തിലേക്ക് കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാൻ തന്നെ ഇടപെട്ട് നടത്തിയത്? ഈ അബ്ദുറഹ്മാൻ ഇതിൽ എന്താണ് താല്പര്യം? മാത്രവുമല്ല, സർക്കാരിൻ്റെ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഈ സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട രീതിയിൽ ഇടപാടുകൾ നടത്തുകയും അതിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുകയും ചെയ്തത് അബ്ദുറഹ്മാൻ തന്നെയായിരുന്നു. കാരണം ഈ സ്പോൺസർ 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് നൽകിയെന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അർജന്റീനൻ ടീമിന് ഈ ഇത്രയേറെ കോടി ഇന്ത്യൻ മണി കൈമാറണമെങ്കിൽ അത് US ആസ്ഥാനമായിട്ടുള്ള ഒരു ഏജൻസി വഴിയാണ് കൈമാറിയത്. അങ്ങനെ കൈമാറുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. ആ കാരണം ഫെമ നിയമമാണ്, വിദേശ നാണയ വിനിമയ ചട്ടമൊക്കെ പാലിച്ചു വേണം നടപ്പാക്കാൻ. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നൽകേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് നൽകണമെങ്കിൽ ഇവിടെ ഒരു സ്പോൺസർക്കോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിക്കോ അങ്ങനെ അനുവാദം കിട്ടുകയില്ല. സംസ്ഥാന സർക്കാർ വഴി മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ സ്പോൺസർക്ക് ഇത്രയും വലിയൊരു തുക കൈമാറണമെങ്കിൽ സംസ്ഥാന സർക്കാർ വഴി കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദം ലഭിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ തുക കൈമാറിയെന്നവർ അവകാശപ്പെടുന്നത്. ഇപ്പോഴും ആ തുക അവിടെ കൈമാറിയിട്ടുണ്ടോ, അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ടോ, അതിനൊക്കെ തന്നെയും ഒന്നുണ്ടെങ്കിൽ സേവന നികുതി എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയുണ്ട്, അതും പാലിച്ചിരുന്നില്ല. അതുകൊണ്ടാണല്ലോ GST കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുൻപാണ് ഈ സ്പോൺസറോട് 22,68,00,000 രൂപ സേവന നികുതിയായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത്. തീർച്ചയായും. അതായത് ഈ GST വകുപ്പിന് ഒരു പ്രത്യേകത, GST വകുപ്പിന് സ്വതന്ത്രമായ എല്ലാ അധികാരങ്ങളും ഉള്ളതാണ്. അവർക്ക് തന്നെ അവിടെ ഇന്റലിജൻസ് വിഭാഗമുണ്ട്. ഇപ്പോൾ GSTയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് എവിടെ വേണമെങ്കിൽ അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ കാഞ്ഞങ്ങാട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവിടുത്തെ കമ്പനി GST വിഭാഗമാണ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയത്. അവർ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഈ 126 കോടി രൂപ സ്പോൺസർ കൈമാറി എന്നതിന് ആധികാരികമായ രേഖകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ലെങ്കിലും ഇതൊരു റിവേഴ്സ് GST ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു 126 കോടി രൂപയുടെ ഇത് പലവട്ടം, അത് അന്നത്തെ മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാനും അതോടൊപ്പം തന്നെ ഈ സ്പോൺസറും പലവട്ടം തന്നെ ഈ തുക കൈമാറിയതിൻ്റെ കണക്കുകൾ മാധ്യമങ്ങളോട് വളരെ ആധികാരികമായി പറഞ്ഞിരിക്കുകയാണ്. ചില രേഖകളും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ സ്പോൺസർ നൽകിയിട്ടുണ്ട്. ആ രേഖകളുടെ ആധികാരികത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് എത്രത്തോളം ഉണ്ട്, അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറി, കായിക വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം GST വകുപ്പ് GST ഇന്റലിജൻസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു 126 കോടി രൂപ കൈമാറിയിട്ടുണ്ട് എങ്കിൽ റിവേഴ്സ് GST എന്ന രീതിയിൽ 22.68 കോടി, അതായത് 22.5 കോടി രൂപയോളം സ്പോൺസർ നൽകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സ്പോൺസർക്ക് GST വകുപ്പ് നോട്ടീസ് നൽകുകയും പിന്നീട് ആ സ്പോൺസർ തന്നെ കാഞ്ഞങ്ങാട് GST ഓഫീസ് അദ്ദേഹം ഹാജരാകുകയും അത് സംബന്ധിച്ച ചില രേഖകളൊക്കെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ അന്വേഷണം ഇപ്പോഴും ഒരു ഭാഗത്ത് നടക്കുകയാണ്. എന്നാൽ കായിക വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഇങ്ങനെ ഒരു ക്രമക്കേട് എന്നതിന് അപ്പുറത്തെ കോടികളുടെ തിരിമറിയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ മന്ത്രിയുടെ ഒത്താശയോടുകൂടി ഈ സ്പോൺസർ ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പോൺസറിന് എല്ലാവിധമായ സർക്കാർ സംവിധാനങ്ങളും വഴിവിട്ട രീതിയിൽ കായിക മന്ത്രി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനുള്ള എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായ എല്ലാ രീതിയിലും, സാമ്പത്തിക വിനിമയ രീതിയിലും അതോടൊപ്പം തന്നെ മറ്റ് ഏതൊക്കെ രീതിയിൽ സർക്കാർ
സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യാമോ അതിലൊക്കെ തന്നെ ഈ ദുരുപയോഗം നടന്നിട്ടുണ്ട് എന്നാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ മുഴുവനും ഫെമ നിയമങ്ങളുടെ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഒരു സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന SFIO ഫെമ ഉൾപ്പെടെ ED അന്വേഷണം ഉൾപ്പെടെ ഇതിന്റെ പരിധിയിലാണ് എന്നാണ് സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്നും ആ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ ഗുരുതര ക്രമക്കേടുണ്ട് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല ഇവർ പലതവണ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ 2024 ഇദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഇദ്ദേഹം സ്പെയിനിൽ യാത്ര നടത്തി. ഈ സ്പെയിനിൽ പോകുമ്പോൾ ഇദ്ദേഹത്തെ ഒറ്റയ്ക്കായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പം കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഈ 3-4 പേരുടെ അടങ്ങുന്ന ഒരു സംഘമാണ് അവിടെ സ്പെയിനിൽ പോയത്. ഇവർ അവിടെ സ്പെയിനിൽ പോയി ആരെ കണ്ട് ഔദ്യോഗികമായ ചർച്ച നടത്തിയോ, ആ ചർച്ചയ്ക്ക് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത്, ഇതൊക്കെ മന്ത്രി ഇവിടെ വന്നൊരു വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു എന്നതിനപ്പുറത്ത് ഇതിന് ആധികാരികമായി ഒരു രേഖയോ ആരെ കണ്ടു എന്തായിരുന്നു സന്ദർശനം എന്നതിനില്ല. അപ്പോൾ അതും വിശദമായി അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ഈ 126 കോടി രൂപ കൊടുത്തു എന്ന് പറയപ്പെടുന്നതിൻ്റെ രേഖകളൊന്നും തന്നെ സർക്കാരിനും കൈവശം ആധികാരികമായി ഇല്ല. അപ്പോൾ ഇതേ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം. എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്, അല്ലെങ്കിൽ വ്യാജമായ രീതിയിൽ മെസ്സി ഇവിടെ വരുന്നു എന്നതിന് ഫിഫയുടെ അനുമതിയില്ല, അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ അനുമതിയില്ല. അപ്പോൾ ഈ അനുമതിയോ അംഗീകാരമോ ഒന്നുമില്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഫെഡറേഷന്റെ പോലും അനുവാദമില്ല എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ ഇന്ത്യയുടെയോ ഫിഫയുടെയോ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന്റെ ഒന്നും തന്നെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെ എങ്ങനെ മന്ത്രിക്ക് ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു? എങ്ങനെയാണ് മന്ത്രി ഇതിന് കൂട്ടുനിന്നത്? പൂർണ്ണമായും വി അബ്ദുറഹ്മാനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലെ ഒരു റിപ്പോർട്ടാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരമായ കണ്ടെത്തലും അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രിയാണോ ഇതിനകത്ത്, അല്ലെങ്കിൽ സർക്കാരാണ് ഇതിനകത്ത് എന്ത് തീരുമാനമെടുക്കേണ്ടതെന്ന് അറിയേണ്ടത്. എന്തായാലും വ്യാഴാഴ്ച ക്യാബിനറ്റ് ചേരുന്നുണ്ട്. മന്ത്രിസഭയിൽ ഇത്രയേറെ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ക്യാബിനറ്റിൽ റിപ്പോർട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.